ലോകരാജ്യങ്ങളിൽ ഭൂരിഭാഗം പേരും മൂന്നാമതും പ്രധാനമന്ത്രിയാവുന്ന നരേന്ദ്രമോദിയെ വിളിച്ചും അല്ലാതെയും അഭിനന്ദനം അറിയിച്ചപ്പോൾ പാകിസ്ഥാൻ മാത്രം അഭിനന്ദനം അറിയിച്ചില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് പറഞ്ഞത് അതൊരു പ്രിമച്വർ ഗവൺമെന്റ് ആണെന്നാണ്. അതുകൊണ്ട് തന്നെ അത് ലോകശ്രദ്ധ നേടിയിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ പിറ്റേ ദിവസമാണ് അവർ അഭിനന്ദന സന്ദേശം അറിയിക്കാൻ തയ്യാറായത്. അതിനൊരു കാരണം, സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ അന്ന് ജമ്മു കാശ്മീരിലെ റെയ്സിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള തീർത്ഥാടക സംഘത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടാവുകയും 9 പേര് കൊല്ലപ്പെടുകയുമുണ്ടായി. പാകിസ്ഥാനിലെ ജെയ്ഷെ ഇ മുഹമ്മദ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുന്നതിലെ വിഷമം തീവ്രവാദികൾ തീർത്തത് തീർത്ഥാടകർക്ക് നേരെയായിരുന്നു. ലോകരാഷ്ട്രങ്ങളോടും IMF-നോടും വീണ്ടും വീണ്ടും കടം ചോദിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെ കാശ്മീരിൽ വെച്ച് തീർത്ഥാടകരെ കൊന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ തരത്തിലുള്ള തിരിച്ചടി നേരിടും എന്ന് മനസ്സിലാക്കിയാണ് ഒരു ദിവസം വൈകി പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയും മുൻ പ്രധാനമന്ത്രിയും അഭിനന്ദനം അറിയിച്ചത്. നവാസ് ഷെരീഫിന്റെ സന്ദേശത്തിൽ ഇന്ത്യക്ക് ഒരു മുന്നറിയിപ്പുണ്ട് എന്ന് നമുക്ക് തോന്നാവുന്ന തരത്തിലുള്ളൊരു അഭിനന്ദന സന്ദേശമാണുള്ളത്. തെക്കനേഷ്യൻ രാജ്യങ്ങളിലെ 200 കോടി ജനങ്ങളുടെ ഭാവി നമുക്ക് ഒരുമിച്ച് വെറുപ്പ് മാറ്റിവെച്ച് പ്രതീക്ഷയോടെ നേരിടാം എന്നാണ് നവാസ് ഷെരീഫ് സന്ദേശത്തിൽ എഴുതിയത്. അതിൽ ഇന്ത്യക്കൊരു മുന്നറിയിപ്പില്ലേ എന്ന് വായിക്കുന്നവർക്ക് സംശയം തോന്നുന്നതിൽ തെറ്റില്ല. അതിന് നമ്മുടെ പ്രധാനമന്ത്രി നല്ല മറുപടി തന്നെ പറഞ്ഞിട്ടുണ്ട്. സമാധാനത്തിന് വേണ്ടി നിലനിൽക്കുന്ന പുരോഗമന ചിന്താഗതിയുള്ള ജനങ്ങളാണ് ഇന്ത്യയിലെന്നും രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കുമാണ് ഞങ്ങൾ എപ്പോഴും പ്രാധാന്യം നൽകുന്നതെന്നുമാണ് പ്രധാനമന്ത്രി മറുപടി നൽകിയത്. പുൽവാമ ആക്രമണത്തോടുകൂടി പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം വഷളായതിനു ശേഷം പാകിസ്ഥാന് കൊടുത്ത വേറൊരു അറ്റാക്കായിരുന്നു കാശ്മീരിലെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ് ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെയും പോലെയാക്കിയത്. അതോടുകൂടി അവർ ഇന്ത്യയുമായുള്ള എല്ലാ തരത്തിലുള്ള ട്രേഡിംഗ് നിർത്തലാക്കുകയാണ് ചെയ്തത്. പാകിസ്ഥാൻ വിചാരിച്ചത് അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഇന്ത്യയിലെ വ്യവസായം തകർന്നു പോകുമെന്നായിരുന്നു. എന്നാൽ പ്രൊഡക്ടിവിറ്റി കുറവായ പാകിസ്ഥാനിൽ ഇന്ത്യയിൽ നിന്നുള്ള അവശ്യ സാധനങ്ങളുടെ ഇറക്കുമതി നിർത്തലാക്കിയതോടുകൂടെ ഇരട്ടി വില കൊടുത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ദുബായ് വഴി പാകിസ്ഥാനിൽ എത്തിക്കുകയും അതുവഴി വലിയ സാമ്പത്തിക ഞെരുക്കത്തിലാവുകയുമാണ് ഉണ്ടായത്. മുൻപുണ്ടായിരുന്ന സർക്കാരുകളിൽ നിന്ന് വിഭിന്നമായി നരേന്ദ്രമോദി സർക്കാർ പാകിസ്ഥാനെതിരെ അന്താരാഷ്ട്ര തലത്തിലും നേരിട്ടും തിരിച്ചടി കൊടുക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെയും മുൻ പ്രധാനമന്ത്രിയുടെയും ഒരു മുന്നറിയിപ്പ് നൽകുന്നത് പോലുള്ള വൈകിയുള്ള അഭിനന്ദനം അറിയിക്കൽ.